പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 11:21. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രരെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദൈവ വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാരിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേട്ടത്: നീ കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ സമ്പത്തിൽ ശരണം വെച്ചുകൊണ്ട് ജോലി ചെയ്യരുത്. നീ മറ്റുള്ള ഒന്നിലും ശരണം വെച്ചുകൊണ്ട് നീ നിന്റെ ജോലി ചെയ്യരുത്. മറിച്ച് ദൈവത്തിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ദൈവവചനം ലംഘിക്കാതെ ദൈവത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീ നിന്റെ ജോലി ചെയ്യുക. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്നെ സമ്പന്നനാക്കും. കാരണം ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ നാളുകൾ അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന ധ്യാനം കൂടിയ സഹോദരൻ അതിനുശേഷം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മാത്രം ജോലി ചെയ്യാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ദൈവം ആ സഹോദരനെ അനുഗ്രഹിച്ച് ഉയർത്തി. നമുക്ക് ആ സാക്ഷി ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സോണി. ഞാൻ മാനന്തവാടി രൂപതയിലെ പാൽച്ചര ഇടവകയിൽ നിന്ന് വരുന്നു. 2012 ഏപ്രിൽ മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടിയിരുന്നു. അപ്പോൾ ബിനോയ് അച്ഛൻ തന്നെയാണ് ക്ലാസ്സുകൾ എടുത്തത്. ഫ്രാൻസിസ് ബ്രദർ ഉണ്ടായിരുന്നു. അവരുടെ ക്ലാസ്സുകളും അച്ഛൻ്റെ പ്രസംഗവും എല്ലാം നന്നായി ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തി. അതെനിക്ക് ഇഷ്ടമായി. ആ ക്ലാസ് കേട്ടപ്പോൾ ആത്മീയ ജീവിതത്തിൽ ഒരു ക്രമീകരണം, ഒരു ചിട്ടയും ക്രമം വരും. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഒരു ചിട്ടയും ക്രമം വരും. അതെങ്ങനെയാണെന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. രാവിലെ 5:30 ആകുമ്പോൾ ഞാനും അമ്മയും ഭാര്യയും 3 മക്കളുമാണ്. ഞങ്ങൾ 4 പേര്, മൂത്ത മകനും ഞാനും അമ്മയും എൻ്റെ ഭാര്യയും രാവിലെ 5:30 എണീക്കും. അതിനുശേഷം കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കും. രാവിലെ പ്രാർത്ഥന പവർ. അത് കഴിഞ്ഞ് അമ്മയും ഞാനും എൻ്റെ മൂത്ത മകനും കൂടി വിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച കുർബാന ഞങ്ങളുടെ ഇടവകയിൽ വൈകുന്നേരം ആയതുകൊണ്ട് അന്നത്തെ കുർബാന കൂടാൻ സാധിക്കാറില്ല. ബാക്കി എല്ലാ ദിവസവും തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാത്രമേ എല്ലാ ദിവസവും ധ്യാനം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ജീവിതം ക്രമപ്പെടുത്തിയതോടുകൂടി എൻ്റെ ഭൗതിക മേഖലയിൽ വലിയ അനുഗ്രഹം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാനിവിടെ വന്ന് കഴിഞ്ഞ മുമ്പത്തെ വർഷം ധ്യാനം കൂടുമ്പോൾ 2 വാഹനം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മാസം റെന്റിന് വാടകയ്ക്ക് വണ്ടി കൊടുക്കുന്ന ബിസിനസ്സും കൂടി അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ 2 വണ്ടിയും കൂടി വാങ്ങാൻ കഴിഞ്ഞു. പിന്നെ ഒരു 3 മാസം മുൻപ് 1 വാഹനം കൂടി വാങ്ങി. അങ്ങനെ ദൈവം 5 വാഹനങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ പർച്ചേസ് ചെയ്യുന്നത് ഞാനാണ്. അപ്പം ഞാൻ ഇരിക്കുന്ന മേശയുടെ ഡ്രോയ്ക്കകത്ത് ഒരു ചെറിയ ബൈബിൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയങ്ങളിൽ ആ ബൈബിൾ എടുത്ത് 1-2 വചനങ്ങൾ വായിച്ചതിന് ശേഷം മാത്രമേ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാൻ 3 വർഷം ജോലി ചെയ്തപ്പോൾ ഒരു 20% ഡെഡ് സ്റ്റോക്ക് വരാറുണ്ടായിരുന്നു കടയിൽ. അതിൻ്റെ പേരിൽ ഞാൻ 1-2 പ്രാവശ്യം എൻ്റെ ഓണർ അടുത്തുനിന്ന് വഴക്ക് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനം വായിച്ച് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി 1 രൂപയുടെ സാധനം പോലും എൻ്റെ കടയിൽ ഡെഡ് സ്റ്റോക്ക് വന്നിട്ടില്ല. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. വചന കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയ സമയത്ത് ഇപ്പൊ വണ്ടി ഇപ്പൊ ടോട്ടൽ എത്രയായി? 5 വണ്ടി അടക്കം ഉറക്കം. ഹല്ലേലൂയ. ദൈവം എല്ലാ മേഖല അനുഗ്രഹിച്ചു ഉയർത്തി കർത്താവ്. അതാണ് 2:27 കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ട് യോഥാം പ്രബലനായി തീർന്നു. ഈ ദാസൻ പ്രബലനായി തീർന്നു. ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 വശങ്ങളിൽ കൈയടിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുന്നത്. നന്നായി ജാനകി. ദൈവമേ
ദ ലോർഡ്. ഹല്ലേലൂയ. നോക്കപ്പെടപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് ഒരു വ്യക്തി തന്റെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ പടിപടിയായി അനുഗ്രഹിച്ച് ഉയർത്തുകയാണ് സഹോദരങ്ങളെ. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ഒരു കാര്യമേ കർത്താവ് പറയുന്നുള്ളൂ, നീ കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് ജോലി ചെയ്യുക. നീ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നീ കൃഷി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നീ സർക്കാർ ജോലിക്കാരനായിരിക്കാം, നീ കൂലിപ്പണിക്കാരനായിരിക്കാം. പ്രിയപ്പെട്ട മകനെ മകളെ, ദൈവവചനം ലംഘിക്കാതെ നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള വചന ശുശ്രൂഷകൾ ഓരോരുത്തരും രൂപാന്തരപ്പെട്ടു. ഇപ്പൊ ആ സഹോദരന് ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണമെന്നുള്ള വചനം കേട്ടപ്പോൾ ആ വചനം അങ്ങ് ഫലം പുറപ്പെടുവിച്ച് എന്ന് പറഞ്ഞത് പോലെ ഇപ്പോൾ നമ്മൾ വചന ശുശ്രൂഷ ഒരുക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തണം. ഇതുപോലെ വചനം കേട്ട് നമ്മുടെ ജീവിതത്തിൽ ആ വചനം ഫലം പുറപ്പെടുവിക്കണം. യാക്കോബ് 1:22 വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്. ഇപ്പോൾ ഈ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ അത് കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകനാണ്. അവൻ മണൽ തിട്ടയിൽ ഭവനം പണിത ഭോഷണ തുല്യനാണ്. നേരെ മറിച്ച് ഈ ചെറുപ്പക്കാരനെ പോലെ വചനം കേട്ടത് പാലിക്കാൻ ഒരു തീരുമാനം എടുക്കണം. ആ ഒരു തീരുമാനത്തിന്റെ ഒരു അനോയിന്റിങ് നമ്മളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ കർത്താവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന് സന്നിധിയിൽ എളിമപ്പെട്ട് 2 കരങ്ങളും ഉയർത്തുക. കരങ്ങൾ ഉയർത്തി, ദൈവമേ, ഇപ്പോൾ കേൾക്കപ്പെടാൻ പോകുന്ന വചനം പാലിച്ചുകൊണ്ടൊരു ജീവിതം നയിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ വചനം നന്നായി കേൾക്കാൻ കൃപ നൽകണമേ. ഈ വചനം നന്നായി പാലിക്കാൻ കൃപ നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, ആരാധന. ഓ ദൈവമേ, കർത്താവ് സെഹിയോന്റെ ആത്മീയ നേതൃത്വമായ ജേക്കബ് മനത്തോടത്ത് പിതാവിന്റെ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സെഹിയോനിൽ കർത്താവെ, ഈ സെഹിയോൻ മദന കൂടാരത്തെ ഉയർത്താൻ അങ്ങ് ഉപയോഗിച്ച് സേവക പട്ടാലിച്ചന്റെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദാസൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ പ്രാർത്ഥന ലോകത്തിന്റെ അവസാനം വരെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഫലദായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ ശുശ്രൂഷയ്ക്കുമ്പോൾ ആരിങ്ങനെ പ്രാർത്ഥിക്കും അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് ദൈവമേ, ഇപ്പോൾ വചനം ഗ്രഹിക്കാൻ തക്കവിധം ഓരോരുത്തരുടെ മനസ്സുകളെ അവിടുന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഹൃദയത്തിൽ നിരാശ, സങ്കടം, വേദന, വിഷമം, നൈരാശ്യം, ആത്മഹത്യ ചിന്ത, കുറ്റബോധം, പൈശാചിക പീഡ, ഇതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെയും വംശങ്ങളെയും പാരമ്പര്യ വ്യക്തികളെ ഇപ്പോൾ തിരുരക്തം കൊണ്ട് കഴുകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കേൾക്കുന്ന വചനങ്ങൾ ആഴത്തിൽ കുഴികുഴിച്ച ഭവനം പണിതവൻ വ്യക്തിയെ പോലെ ദൈവം ഫലം പുറത്തേക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, വചനത്തെ ഞെരുക്കുന്ന എല്ലാ അന്ധകാരങ്ങളും മാറട്ടെ. വചനത്തെ ഞെരുക്കുന്ന എല്ലാ പീഡകളും വിട്ടുപോട്ടെ. സാത്താൻ കൂട്ടങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഗ്നിഅഭിഷേകം വ്യാപരിക്കട്ടെ. ഓരോരുത്തരും തിരുരക്തം കൊണ്ട് കഴുകണമേ. ഓരോരുത്തരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. ഓരോരുത്തരും തിരുരക്തം കൊണ്ട് കഴുകണമേ. ശുശ്രൂഷകളെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ശുശ്രൂഷകളെ തിരുരക്തം കൊണ്ട് കഴുകണമേ. പരിശുദ്ധാത്മാവ് ഓരോരുത്തരും നിറയ്ക്കണമേ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനത്തിന്റെ മുഴുവൻ ഫലവും പുറപ്പെടുവിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചതുപോലെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. നമുക്ക് കൃപ ചെയ്യും. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ചെലവില്ലാത്ത ബലി അർപ്പിക്കരുത്. ഹല്ലേലൂയ. നിനക്കൊരു ചെലവുമില്ലാത്ത ബലി അർപ്പിക്കരുത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുലിഖിതം, അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. തീത്തോസ് 2:14, യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലി അർപ്പിച്ചു.
ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് കുരിശിൽ തൻ്റെ ചോര ചിന്തി ബലി അർപ്പിച്ചത് എന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കണം, സാത്താന്റെ പിടിവിൽ നിന്ന് നമ്മളെ വിടുവിക്കണം. പിന്നെയോ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയോടെ നന്മ പ്രവർത്തിക്കുന്ന ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കാൻ അവിടുന്ന് തന്നെ ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കുരിശിൽ രക്തം വാർന്ന് ദാഹിച്ച് പടഞ്ഞ് ജീവിതം ബലിയായി സമർപ്പിച്ചത് കൊണ്ടാണ്, ഒരു പരിഹാര ബലി അർപ്പിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും തിന്മയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത്. ഒരു ജനത കർത്താവിന്റെ ജനതയായി ശുദ്ധീകരിക്കപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ പരിഹാര ബലിയോട് ചേർത്ത് വേണം നമ്മുടെ ബലിയർപ്പണം നടത്താൻ. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 2-ാം തിരുലിഖിതത്തിൽ 1 യോഹന്നാൻ 2:2 വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല, ഫോർ ഓൾ നേഷൻ, ഫോർ ഓൾ പീപ്പിൾ ഓഫ് ഗോഡ്, സകല ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് യേശു ക്രിസ്തു. എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ഇങ്ങനെ വേദന സഹിച്ച് കുരിശിൽ ബലി അർപ്പിച്ചത്? വേറെ ഒരു മാർഗവുമില്ലായിരുന്നോ? അതിന് ഉത്തരം നമ്മൾ വായിക്കുന്നത് ഹെബ്രായ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 22-ാം തിരുലിഖിതത്തിലാണ്. ഹെബ്രായർ 9:22 അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: രക്തം ചിന്താതെ പാപമോചനമില്ല, രക്തം ചിന്താതെ പാപമോചനമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു വേദന സഹിച്ച് അർപ്പിച്ച അതേ ബലി തന്നെയാണ് നമ്മൾ ഓരോ ദിവസങ്ങളിൽ അർപ്പിക്കുന്നത്. അങ്ങനെ നീ ബലിയർപ്പിക്കപ്പെടുമ്പോൾ, അതിങ്ങനെ നീ ബലിയർപ്പണത്തിന് വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതം ഇതുപോലെ ഒരു പരിഹാരത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ ബോധ്യം കിട്ടാൻ വേണ്ടി നമുക്ക് വായിക്കാവുന്ന തിരുവചന ഭാഗം 2 സാമുവേൽ 24-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സാമുവേൽ 24 ഇങ്ങനെയാണ് വചനം വെളിപ്പെടുത്തുന്നത്: എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. എന്താണ് ഇതിന്റെ പശ്ചാത്തലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതൊന്ന് സാമുവേൽ 24 അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ദാവീദ് ദൈവം പറഞ്ഞതാണെന്ന് വിചാരിച്ചുകൊണ്ട് ജനസംഖ്യ എടുക്കാൻ തീരുമാനമെടുത്തു. ജനത ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങൾ പലതരത്തിൽ ജനസംഖ്യ എടുക്കുകയാണ്. അങ്ങനെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി, ദൈവമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മനസ്സിന്റെ തോന്നൽ കൊണ്ട് ചെയ്തതാണ്. ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവം പറഞ്ഞതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം പ്രേരണ പ്രകാരം ഇത് ചെയ്തതാണെന്ന് ദാവീദിന് മനസ്സിലായി. അപ്പോൾ ദാവീദ് വിചാരിച്ച്, ഞാൻ ദൈവത്താൽ പിടിക്കപ്പെടും, ദൈവം എന്നെ നന്നായി കൈകാര്യം ചെയ്യും, ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് അതിന് പ്രത്യാഘാതം ഉണ്ടാകും. കാരണം ഒരു രാജാവെന്ന് പറഞ്ഞത് ദൈവഗത പ്രകാരം പ്രവർത്തിക്കേണ്ട ആളാണ്, ദൈവം പറഞ്ഞത് പ്രകാരം ചെയ്യേണ്ട ആളാണ്. ആ ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം കേട്ടതുപോലെ ദൈവത്തെ ശരണപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. എന്നാൽ അവൻ തെറ്റ് ചെയ്തു. അങ്ങനെ തെറ്റ് ചെയ്തപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ഗാദ എന്നാണ് പ്രവാചകന്റെ പേര്. ആ ഗാദ എന്ന് പറഞ്ഞ പ്രവാചകൻ വന്ന് ദാവീദ് രാജാവിന്റെ കാര്യം അറിയിക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് അതിന്റെ 13-ാമത്തെ വാക്യത്തിലാണ്. ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത്: 3 വർഷം ക്ഷാമം ഉണ്ടാകാം, ശത്രുക്കളിൽ 3 മാസം നിനക്ക് ഒളിവിൽ പറക്കേണ്ട അവസ്ഥ വരാം, അല്ലെങ്കിൽ 3 ദിവസം ഒരു പകർച്ചവ്യാധി വരാം. എന്തായാലും ഈ പാപത്തിന് പ്രത്യാഘാതം ഉണ്ടാകും. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ട ശിക്ഷ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു പകർച്ചവ്യാധി വന്ന് പിടിപെട്ട്
അങ്ങനെ ദൈവജനവും എല്ലാം തകരാൻ തുടങ്ങി. അങ്ങനെ തകരാൻ തുടങ്ങിയപ്പോൾ ദാവീദ് ദൈവസന്നിധി ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിനൊരു ദഹനബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം ഈ മേഖലകളിൽ, ഈ പകർച്ചവ്യാധികളുടെ മേൽ ഒരു കരുണ ചൊരിയും, ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും. അങ്ങനെ ദാവീദ് ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദാവീദ് ബലിയർപ്പിക്കാൻ വേണ്ടി ഉടനെ തന്നെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജബ്യൂസനായ അരവിന എന്ന് പറയുന്ന വ്യക്തിയുടെ മെതിക്കളത്തിൽ ഒരു ബലി അർപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ദാവീദ് രാജാവ് അരവിനായുടെ മെതിക്കളത്തിൽ ബലി അർപ്പിക്കാൻ വേണ്ടി ബലിക്കുള്ള എല്ലാ വസ്തുക്കളും, ബലിപീഠം പണിയാനുള്ള സംവിധാനങ്ങളും, ബലി അർപ്പിക്കാനുള്ള എല്ലാ വസ്തുക്കളും സംവിധാനങ്ങളും ജീവികളും ഒക്കെ ആയിട്ട് വരികയാണ്. അങ്ങനെ ദാവീദ് മഹാരാജാവ് എഴുന്നള്ളുമ്പോൾ അരവിന ഇങ്ങനെ തലയുയർന്നു നോക്കി കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് എഴുന്നള്ളുന്നു. ഉടനെ തന്നെ അരവിന ഓടിച്ചെന്ന് ദാവീദിന് മുമ്പിലേക്ക് മുട്ടുകൊത്തി കമിഴ്ന്ന് വീണുകൊണ്ട് ഇതാ അടിയെന്ന് പറഞ്ഞുകൊണ്ട് വീണ് കിടക്കുകയാണ്. എന്നിട്ട് അരവിന ദാവീദിനോട് പറയുന്നത് ഇങ്ങനെയാണ്. അത് നമ്മൾ വായിക്കുന്നത് 22-ാമത്തെ വാക്യത്തിലാണ്. അരവിന ദാവീദിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ആഗ്രഹിക്കുന്ന എന്ത് ബലി അർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ, വിറകിന് ഇതാ മെതിവണ്ടികളും നുകങ്ങളും. രാജാവേ, അരവിന ഇതെല്ലാം രാജാവിന് തരുന്നു. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങ് സംപ്രീതനാകട്ടെ. അപ്പോൾ ദാവീദ് പറയുന്ന മറുപടിയാണ് 24-ാം തിരുലിഖിതം. ദാവീദ് അരവിനായോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങുകയുള്ളൂ. എനിക്കൊരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ദാവീദ് പറയുന്ന മറുപടി ഒന്ന് ശ്രദ്ധിച്ചേ. ബലിയർപ്പണത്തിന് വേണ്ടിയുള്ള എല്ലാ സംഗതികളും ഫ്രീ ആയിട്ട് അരവിന കൊടുക്കുമ്പോൾ ദാവീദ് പറയാണ്, എനിക്കൊരു ചെലവുമില്ലാത്ത ബലി എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പരിഹാരം ചെയ്ത് കുരിശ് ചോര ചിന്തി അതേ ബലിയർപ്പണം ഉത്ഥാന രഹസ്യം നീ അനുസ്മരിക്കാൻ വരുമ്പോൾ നിനക്കൊരു ചെലവുമില്ലാത്ത ബലി നീ അർപ്പിക്കാൻ വരരുത്. എല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പോൾ പള്ളിയിൽ മണിയടിക്കും, 7ക്ക് കുർബാനയുണ്ട്. നീ രാവിലെ തട്ടിക്കൊടിച്ച് എഴുന്നേറ്റ് അങ്ങനെ അങ്ങ് വരാൻ നിൽക്കരുത്. നീ ചെലവോടുകൂടിയ ബലിയർപ്പിക്കാൻ വരാവുള്ളൂ. നിന്റെ ശരീരത്തിലും നിന്റെ ദേഹത്തിലും നിന്റെ ആത്മാവിലും നിന്റെ മനസ്സിലും തൊടാത്ത ബലി നീ അർപ്പിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് സഹോദരങ്ങളെ. ഒരു ബലിയർപ്പണത്തിന് വരുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ചെലവായിട്ട് മാറണം. ഒരു ഉദാഹരണം ഞാൻ ബൈബിൾ വചന പ്രകാരം പറയാം. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 23-ാം തിരുലിഖിതം, മത്തായി 5:23. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച സമർപ്പിക്കുക, എങ്കിലേ നിന്റെ ബലി സ്വീകാര്യമാവുകയുള്ളൂ. നീ ചിന്തിച്ചു നോക്ക്, നീ ബലിയർപ്പിക്കാൻ വേണ്ടി കുർബാനയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോ നിന്നോട് ഒരാൾക്ക് വിരോധമുണ്ട് തോന്നുക, നിനക്കല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് നിന്നോടൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു വേദനയുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ നീ ബലിയർപ്പണത്തിനും ആ വ്യക്തിയുമായിട്ട് പോയി രമ്യതപ്പെട്ടിട്ട് വന്ന് വേണം ബലിയർപ്പിക്കാൻ. ആ ബലിക്കൊരു ചെലവുണ്ടോ? ആ ബലിക്ക് ചെലവുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 22 അധ്യായങ്ങൾ കാണുന്ന അബ്രാഹത്തിന്റെ ബലി സമർപ്പണമുണ്ട്. ഈ മോറിയ മലയിലേക്ക് അബ്രാഹാം ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അബ്രാഹാം എന്തൊരു ചെലവോടുകൂടിയാണ് ബലിയർപ്പിക്കാൻ പോയത്. ആറ്റുനോറ്റുണ്ടായ പുത്രൻ, ഈ ഇഷ്ടം, പുത്രനാണ് ജീവിതത്തിന് മുഴുവൻ ഇഷ്ടം, ആ ഇഷ്ടം മുഴുവൻ അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ടാണ് ബലി സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു ആ പീഡാനുഭവ രാത്രിയിൽ യേശുക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നീ ഇന്ന് ബലിയർപ്പണം നടത്തിയിട്ട് നീ കൃപ സ്വീകരിച്ചിട്ട് നീ പുറപ്പെട്ടു. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ രാവിലെ നീ കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ എത്ര ഇഷ്ടങ്ങൾ ബലി സമർപ്പിച്ചിട്ടുണ്ട്, നിന്റെ എത്ര താല്പര്യങ്ങൾ നീ ബലി സമർപ്പിച്ചിട്ടുണ്ട്. മനസ്സിന് ഇഷ്ടപ്പെട്ടതും കണ്ണിന് ഇഷ്ടപ്പെട്ടതും ശരീരത്തിന് ഇഷ്ടപ്പെട്ടതും എല്ലാം അനുഭവിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരൻ പിറ്റേ ദിവസം ബലിയർപ്പിക്കാൻ വന്നാൽ ബലിയൊരു അനുഭവം നിനക്കുണ്ടാകിയല്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ, മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബലിക്ക് ശേഷം ഒരു ബലി ജീവിതം നയിക്കണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന മുറിച്ച് നിനക്ക് തരുമ്പോൾ ഈ കുർബാന സ്വീകരിച്ചിട്ട് നീ മുറിയപ്പെടുന്നുണ്ടോ? ഭർത്താവിന് വേണ്ടി മുറിയപ്പെടുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടി മുറിയപ്പെടുന്നുണ്ടോ? ജീവിത പങ്കാളിക്ക് വേണ്ടി മുറിയപ്പെടുന്നുണ്ടോ? നിന്റെ ഇടവക്കാർക്ക് വേണ്ടി നീ മുറിയപ്പെടുന്നുണ്ടോ? നിന്റെ ഓഫീസുള്ളവർക്ക് നീ മുറിയപ്പെടുന്നുണ്ടോ?
ബലിയർപ്പണ ശേഷം ബലി ജീവിതം നയിക്കുന്നില്ലെങ്കിൽ അടുത്ത ബലിയർപ്പണത്തിന് കൃപയുടെ നിറവുണ്ടാകുമെന്ന് വിചാരിക്കരുത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കൊച്ചിയാസയുടെ ജീവിതത്തിൽ കാണുന്നൊരു സംഭവമുണ്ട്. കൊച്ചിയാസയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ സെപ്റ്റീമിന് എന്തോ കൊണ്ടിട്ട് കൊച്ചിയാസയുടെ ശരീരത്തിൽ ചെറിയൊരു മുറിവേറ്റ്. അപ്പോൾ സെലീന എന്ന് പറയുന്ന ചേച്ചി വന്ന് കൊച്ചിയാസയെ വീണ്ടും നോക്കുമ്പോൾ ഈ ചെറിയ മുറിവ് കണ്ടിട്ട് ഇത് എന്തായാലും ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്ന് ശരിയായില്ല, ഇത് ഞാൻ പിടിച്ച് വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇത് സുപ്പീരിയറിനെ അറിയിച്ചിട്ടേ ഉള്ളൂ, ഇവളെ ഇങ്ങനെ നന്നായി നോക്കാതിരുന്ന് എങ്ങനെ ശരിയാക്കണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചിയാസയെ പറയുന്ന മറുപടിയുണ്ട്, വേണ്ട ചേച്ചി, നാളെ ഞാൻ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ആരോടും പറയാത്ത ചില ഹൃദയ ദുഃഖങ്ങൾ എനിക്ക് ഈശോയോട് പറയാൻ മാത്രം ഉണ്ടായിരിക്കണം. ആരോടും പറയാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ എനിക്ക് ഈശോയോട് മാത്രം പറയാനുണ്ടായിരിക്കണം. അതിന് നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നീ മറ്റുള്ളവർക്ക് കൊണ്ട് മുറിയപ്പെട്ടതിനെയും മറ്റുള്ളവർ നിന്നെ മുറിച്ചതിൻ്റെ വിഷമങ്ങൾ ഉണ്ടായിരിക്കണം. കുർബാനയ്ക്ക് വരുമ്പോൾ ഒരു സഹോദരനോട് രമ്യതപ്പെട്ട് വരുമ്പോൾ നീ അതിനകത്തൊരു വില കൊടുക്കലുണ്ട്. നിന്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് നോക്കുമ്പോൾ ഒരു ചെലവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറക്കെ പറയാ ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബലി ജീവൻ നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ചെലവില്ലാത്ത ബലി അർപ്പിക്കാൻ ഇടതരരുത് കർത്താവേ. ബലി ജീവിതം നയിക്കാൻ എനിക്ക് കൃപ നൽകണമേ കർത്താവേ. കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മുഴുവൻ ഇഷ്ടങ്ങളും പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചത് ആ മാതൃക ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. അപ്പസ്വരന്മാരുടെ മാതൃക ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. ഈശോ കുരിശിൽ അർപ്പിച്ച് അതേ ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ ദൈവമേ, ജീവിതത്തിൽ ചെലവോടുകൂടി ബലി അർപ്പിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഓരോ ബലിയിൽ നിന്ന് കൃപ സ്വീകരിച്ച് കൃപ കൊടുത്ത് കർത്താവ് അടുത്ത ബലിക്ക് വേണ്ടി ഒരുങ്ങാനൊരു അഭിഷേകം ഞങ്ങൾ നൽകണമേ. രമ്യതപ്പെട്ട് ബലി അർപ്പിക്കാൻ കൃപ നൽകണമേ. ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ച് ബലി അർപ്പിക്കാൻ കൃപ നൽകണമേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മുറിവേറ്റ് ബലി അർപ്പിക്കാൻ കൃപ നൽകണമേ. ആരാധന, ആരാധന, ആരാധന. ഇപ്പോൾ പ്രാർത്ഥന പങ്കുചേർന്ന് നിൽക്കുന്ന ഓരോ ദാസന്മാരെയും ദാസിദാസന്മാരെയും ബലിപീഠത്തിൽ നിന്ന് ഉയരുന്ന കൃപയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവ ആരാധന, ആരാധന, യേശുവ ആരാധന, ആരാധന, യേശുവ ആരാധന, ആരാധന, യേശുവ ആരാധന. പ്രൈസ് ദി ലോർഡ്. ബലി ജീവിതം നയിക്കാതെ ബലി അർപ്പിക്കരുത്. Come, Lord Jesus. വാഴ്ത്തിടുന്നു നിന്നാമം, കണ്ണീരുമായ്ക്കുന്ന സ്നേഹം, കൂരിരുൾ നീക്കുന്ന സ്നേഹം. ഒരു നിമിഷം നിൻ സ്നേഹം നുകർന്നിടട്ടെ ഞാൻ, ഒരു നിമിഷം നിന്നിൽ ഞാൻ ലയിച്ചിടട്ടെ. ഒരു നിമിഷം നിൻ സ്നേഹം നുകർന്നിടട്ടെ ഞാൻ, ഒരു നിമിഷം നിന്നിൽ ഞാൻ ലയിച്ചിടട്ടെ. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും നമുക്കുള്ളവരെയും നമുക്കുള്ളതിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വചനങ്ങളോടെ വെളിപ്പെടുത്തുന്നുണ്ട്. അവർ കരങ്ങൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തൽക്ഷണം അവരുടെ നിലവിളി ശ്രവിക്കുകയും പ്രവാചകൻ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിലവിളികളും കേൾക്കുന്ന ദൈവമാണ് അവിടുന്ന്. തോബിത്തിൻ്റെ സാറായുടെയും കുടുംബം നിലവിളിച്ചപ്പോൾ തൽക്ഷണം നിലവിളി കേട്ട് റഫായേൽ ദൂതനെ അവർക്ക് സഹായത്തിന് വേണ്ടി അയച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളും നൊമ്പരങ്ങളും രോഗങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ദുരിതങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഒരു ദൂതനെ എനിക്ക് വേണ്ടി അയക്കണമേ. ദൈവമേ, ഒരു സഹായത്തിൻ്റെ കരം അവിടുന്ന് എനിക്ക് ഉയർത്തണമേ. അവിടുന്ന് ആശീർവദിച്ച് എനിക്ക് വിടുവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് നന്നായി ഉയർത്തി പിടിച്ച്
ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥകളും സമർപ്പിച്ച്, കുടുംബത്തിൻ്റെയും എല്ലാവിധ പ്രശ്നങ്ങളെയും കെട്ടുകളെയും സമർപ്പിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ യേശുവേ, അവിടുന്ന് ഇപ്പോൾ കരം നീട്ടി ഓരോ ദാസന്മാരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, ഇപ്പോൾ കൈകൾ ഉയർത്തി അങ്ങയെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരെയും അവിടുന്ന് വിട്ടുപിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ മാറട്ടെ, ചങ്ങലകൾ മാറട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങൾ ഇപ്പോൾ മക്കൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ഇപ്പോൾ ജോലിയുടെ മേലെ തടസ്സങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് ഇപ്പോൾ ഭവനങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലസംബന്ധമായ സ്ഥാപനമായ തടസ്സങ്ങളും കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവ ആരാധന, കണ്ണുനീർ കൊതുന്ന ഓരോ ജീവിതങ്ങളെ കണ്ണുനീർ ഒപ്പണമെന്ന് പ്രാർത്ഥിക്കുക. സാക്ഷികൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. സ്നേഹം നുകർന്നിടട്ടെ ഞാൻ, ഒരു നിമിഷം നിന്നിൽ ഞാൻ ലയിച്ചിടട്ടെ. ഒരു നിമിഷം നിൻ സ്നേഹം നുകർന്നിടട്ടെ ഞാൻ,